അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ തജ്വീദ് നിയമാനുസൃതം എങ്ങനെയാണ് ഖുർആൻ ഓതുക എന്നതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തു വരികയാണ്. സൂറത്തുൻ നബ പൂർത്തിയാക്കി ശേഷം സൂറത്തുൻ നാസിആത്തിൻ്റെ 2 പാർട്ടുകൾ കഴിയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൻ നാസിആത്തിൻ്റെ 3-ാമത്തെ പാട്ടാണ്, അഥവാ 15-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു. അല്ലാഹു തആല അതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ 2 പാർട്ടിൽ സൂറത്തുൻ നാസിആത്തിൻ്റെ 15-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതി പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 16-ാമത്തെ ആയത്ത് മുതൽ കുറച്ച് ആയത്തുകൾ നമുക്ക് ഓതി പരിശീലിക്കാം, അത് പ്രാവർത്തികമാക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ സാവധാനം ഓതി പഠിക്കുക. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ തന്നെ പഠനത്തിൻ്റെ സമയത്ത് നമ്മൾ വളരെ സാവധാനം, സ്പീഡാക്കാതെ, വളരെ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും കൃത്യമായി ഞാൻ വെളിവാക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴാണോ വരുന്നത് അത്രത്തോളം സ്ലോ ആയി ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ ناداه ربه بالواد المقدس طوى. ആദ്യം ഇദ്, ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇദ് ഇങ്ങനെ തന്നെ ഓതാം. ഇദ് നാദാഹു റബ്ബുഹു. റോ ശ്രദ്ധിക്കുക, തഫ്ഖീമാണല്ലോ, അതുകൊണ്ട് തന്നെ വായ നിറഞ്ഞതായ സ്വരത്തിൽ ഉച്ചരിക്കണം. إذ ناداه ربه بالواد المقدس. ബിൽവാദിൽ, വാവിൻ്റെ മഖ്റജ് 2 ചുണ്ടുകൾ മാത്രമാണ്, വ എന്നല്ല, മറിച്ച് വ എന്നാണ്. മാക്സിമം മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ട് വ എന്ന് ഉച്ചരിക്കണം. ബിൽവാദിൽ മുഖദ്ദസി. ഖാഫിൻ്റെ മഖ്റജ് നാവിൻ്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഖോ മുഖദ്ദസി. ബിൽവാദിൽ മുഖദ്ദസി ഖുവ. തു ത അല്ല, തോ ആണ്. അഥവാ തഫ്ഖീമാക്കി നാവിൻ്റെ മധ്യഭാഗം ഉയരുന്ന രൂപത്തിൽ, അഥവാ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് ത്വാ. ഖുസ്സലത്തിൻ ഖിൽ എന്ന അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏത് സമയത്തും തഫ്ഖീമായിരിക്കും, അഥവാ വായ നിറഞ്ഞതായ സ്വരത്തിലാണ് ഈ ഹുസ്സലത്തിൻ ഖിൽ എന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇവിടെ ത്വാ അതേപോലെ ഉച്ചരിക്കണം. ത്വാ, തു, തു അല്ല, തു. ചെറിയ വ്യത്യാസമുണ്ട്. നാവിൻ്റെ മധ്യഭാഗം അവിടെ ഉയരണം, പരിശീലിക്കണം. അള്ളാഹു അതൊക്കെ നല്ല രീതിയിൽ ഉച്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാത്തിനും ഓതുക എന്നത് തന്നെയാണ് വഴി എന്നുള്ളത്. إذ ناداه ربه بالواد المقدس طوى. ശേഷം اذهب إلى فرعون إنه طغى. إذ, ദാലിൻ്റെ മഖ്റജ് പറഞ്ഞു. ഇദ്ഹബ്, ഹബ്, ഖൂത്ത്, ബ്, ജദ് ഈ 5 അക്ഷരങ്ങളുടെ പ്രത്യേകത, ഈ 5 അക്ഷരങ്ങൾക്ക് സുകൂൻ സംഭവിച്ചാൽ അത് വളരെ വ്യക്തമായി ഉച്ചരിക്കണം. ഇദ്ഹബ് എന്ന് ഓതുന്നതിന് പകരം വ്യക്തമാക്കി ഇദ്ഹബ്, ബ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം. ഇദ്ഹബ് ഇലാ ഫിർഔന. ഇവിടെ നോക്കൂ, ഇദ്, ആ ദാലിന് സുക്കൂൻ സംഭവിച്ചു, പക്ഷെ നമ്മൾ ദാലിനെ അവിടെ വ്യക്തമാക്കിയില്ല, അഥവാ ഇത് എന്ന് ഓതിയില്ല, മറിച്ച് ഇദ്. അതേപോലെ ഇദ്ഹബ് ഇലാ ഫിർഔന, ഇവിടെ ഫിർ എന്നോതില്ല, മറിച്ച് ഫിർ എന്നേ ഓതിയുള്ളൂ. ഇതാണ് ഈ കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരവും അല്ലാത്ത അക്ഷരവും സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇദ് ഹബ് എന്ന് പറയുന്നതിന് പകരം ഹബ് എന്ന് പറഞ്ഞു, കാരണം അത് കുത്തുബേദിൻ്റെ അക്ഷരമാണ്. ഇദാൽ എന്നുള്ളത് കുത്തുബേദിൻ്റെ അക്ഷരമല്ല.
അതുപോലെ റാ എന്നത് കുത്തുബേദിപ്പെട്ട അല്ലാത്തത് കൊണ്ട് ഫിർ എന്ന് ഓതിയില്ല, ഫിർ എന്നതിൽ നിർത്തി. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ഫിർഔന. ഐനിന്റെ മഖറജ് തൊണ്ടയുടെ മധ്യഭാഗം, ഐനും അതുപോലെ തന്നെ ഹാഉം, ഈ രണ്ട് അക്ഷരങ്ങളും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഫിർഔന, ഫിർഔ, വാവ് ശ്രദ്ധിക്കണം, വാവിന്റെ മഖറജ് നേരത്തെ പറഞ്ഞു 2 ചുണ്ടുകളാണ് എന്ന്. ഫിർഔന, ഇന്നഹു, നൂന് മീമ് എന്നീ 2 അക്ഷരങ്ങൾ ശബ്ദ സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കണം. ഇത് പൊതുവായ തജ്വീദിന്റെ ഒരു നിയമമായതുകൊണ്ട് ഇന്നഹു മണിച്ചു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഈ താഉം അതേപോലെ തന്നെ ഗൈനും 2 അക്ഷരങ്ങളും ഹുസ്സല്ലാത്തിൻ ഖിൽ അഥവാ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അഥവാ ആ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും തഫ്ഖീമാക്കി ഉച്ചരിക്കണം. അഥവാ തഫ്ഖീം എന്ന് പറഞ്ഞാൽ വായ നിറഞ്ഞ സ്വരത്തിൽ ഉച്ചരിക്കണമെന്ന് അർത്ഥം. ഇന്നഹു തഗാ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ ഉച്ചരിച്ചത്. വായ നിറഞ്ഞ സ്വരത്തിൽ, വായ നിറഞ്ഞു തന്നെ ഇരിക്കണം. അതെന്തായാലും ഇത് ഓപ്പൺ ആക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. ഇന്നഹു തഗാ, ഗൈനിന്റെ മഖറജ് തൊണ്ടയുടെ ആദ്യ ഭാഗം. നേരത്തെ ഐനിന്റെ മഖറജ് തൊണ്ടയുടെ മധ്യഭാഗം എന്ന് പറഞ്ഞു. ഐനിന്റെയും അതുപോലെ തന്നെ ഹാഇന്റെയും മഖറജ് തൊണ്ടയുടെ മധ്യഭാഗം എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഗൈൻ അതുപോലെ തന്നെ ഹാഇന്റെ മേലെ പുള്ളിയിട്ടാലുള്ള ഹ, ഇത് രണ്ടിന്റെയും മഖറജ് തൊണ്ടയുടെ ആദ്യ ഭാഗം തന്നെയാണ്. ഇന്നഹു തഗാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ശേഷം فقل هل لك إلى أن تزكى. فقل هل لك، فقل قاف، فقل هل لك، فقل هل لك ഹാഉം അതുപോലെ തന്നെ ഹംസയും, ഇതിൻ്റെ രണ്ടിൻ്റെയും മഖറജ് തൊണ്ടയുടെ ആദ്യ ഭാഗം. തൊണ്ടയുടെ ഭാഗം മൊത്തത്തിൽ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് തൊണ്ടയുടെ അങ്ങേ അറ്റം, രണ്ടാമത്തത് തൊണ്ടയുടെ മധ്യഭാഗം, മൂന്നാമത്തത് തൊണ്ടയുടെ അവസാന ഭാഗം. ഇതിൽ തൊണ്ടയുടെ അങ്ങേ അറ്റം, അവിടെ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങളാണ് ഹംസയും ഹാവും. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണ് ഐനും അതുപോലെ തന്നെ ഹാവും. തൊണ്ടയുടെ തുടക്ക ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണ് ഗൈനും ഹാവും. ഹംസ, ഹാ, ഐൻ, ഹാ, ഗൈൻ, ഹാ, ഈ 6 അക്ഷരങ്ങൾ തൊണ്ടയുടെ ഭാഗത്തു നിന്ന്, മൊത്തത്തിൽ തൊണ്ടയുടെ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ, ഹൽക്കിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 6 അക്ഷരങ്ങളാണ് പറയാറുള്ളത്. അപ്പോൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ പറയപ്പെട്ട ഹംസ്, ഹാ, ഐൻ, ഹാ, ഗൈൻ, ഹാ, ഈ 6 അക്ഷരങ്ങളാണ് തൊണ്ടയുടെ അക്ഷരങ്ങൾ. ഫഖുൽ ഹൽ ലക ഇലാ അൻ, അവിടെ മദ് മുൻഫസിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ നീട്ടണം. ഒന്നിലധികം അഥവാ 2 അലിഫിന്റെ ഖദർ അവിടെ നീട്ടണം. 2 അലിഫിന്റെ ഖദർ എന്ന് പറയുമ്പോൾ 1 അലിഫ് എന്ന് പറഞ്ഞാൽ 1 വിരൽ നിവർത്തി മടക്കുന്ന സമയം. അപ്പോൾ 2 അലിഫിന്റെ ഖദർ എന്ന് പറയുമ്പോൾ 2 വിരൽ, ആദ്യം 1 വിരൽ നിവർത്തി മടക്കി, രണ്ടാമത്തെ വിരൽ നിവർത്തി മടക്കി, ഈ ഇത്രയും സമയം. ഇത് ഏകദേശം ഒരു ടൈം പറയുന്നതാണ്, കറക്റ്റ് ഇങ്ങനെ അളവെടുക്കണമെന്നൊന്നുമില്ല. ഈ ഒരു ടൈം നമ്മൾ അതോടെ നീട്ടണം. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, അൻത അവിടെ മണിക്കണം. കാരണം എന്താ? സുക്കൂനുള്ള നൂനിന് ശേഷം 15 അക്ഷരങ്ങളിൽപ്പെട്ട താ സംഭവിച്ചതുകൊണ്ട് അവിടെ ഇഖ്ഫാ അഥവാ മറച്ച് മണിക്കണം. എങ്ങനെയാണ് മറക്കുക, എങ്ങനെയാണ് മണിക്കുക എന്നൊക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ അത് പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, ശേഷം വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, വഅഹ്ദിയക, വഅഹ്
ഹ് ശ്രദ്ധിക്കണം. വ അഹ് എന്ന് ഓതരുത്. എന്തുകൊണ്ട്? കുത്തുബിയത്തിന്റെ അക്ഷരമല്ല. വ അഹ്ദിയക ഇലാ റബ്ബിക ഫതഹ് തഹ് ഷാ ഫതഹ് ഷാ ഫതഹ് തഹ് എന്ന് ഓതരുത്. കാരണം എന്താ? കുത്തുബിയത്തിന്റെ അക്ഷരം അല്ലാത്തത് കൊണ്ട് തന്നെ. ഫതഹ് ഷാ അതിന്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞു, തൊണ്ടയുടെ ആദ്യ ഭാഗമാണ്. ഫതഹ് ഷാ ഫതഹ് ഷാ. ഷീ എന്ന് പറയുമ്പോൾ ഷ് എന്ന ശബ്ദം പുറപ്പെടണം. അഥവാ സിഫത്തുകളിൽ നമ്മൾ തഫഷി എന്നൊരു സിഫത്ത് പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ ഷീനിന്റെ പ്രത്യേകത. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ശേഷം ഫഅറാഹുൽ ആയതൽ കുബ്റാ. ഫഅറാഹുൽ റാ ശ്രദ്ധിക്കുക, തഫ്ഖീമാണ്. ഫഅറാഹുൽ ആയതൽ കുബ് കുത്തുബിയത്തിന്റെ അക്ഷരമാണ്. കുബ് എന്ന് ഓതാതെ കുബ് ബ് എന്നോതി. ഫഅറാഹുൽ ആയതൽ കുബ്റാ കുബ്റാ ഫഅറാഹുൽ ആയതൽ കുബ്റാ ഫകദ്ദബ വഅസാ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഓരോ വീഡിയോസിലും ഓരോ ആയത്തുകൾ ഓതുമ്പോഴും പറഞ്ഞതൊക്കെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കാനുള്ളൂ. ഫകദ്ദബ വഅസാ. സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഫകദ്ദബ ദാലിന്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫകദ്ദബ വഅസാ. ഐന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. സ്വാദ് സീനിന്റെ അതേ മഖ്റജ് തന്നെയാണ് സ്വാദു. എന്നാൽ അത് തഫ്ഖീമാക്കി വായ നിറഞ്ഞ രൂപത്തിൽ ഓതണം. കാരണം എന്ന അക്ഷരങ്ങളിൽ പെട്ടതായതുകൊണ്ട് അത് തഫ്ഖീമാക്കി ഉച്ചരിക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞത് തന്നെയാണ് നിരന്തരമായി ഖുർആനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫകദ്ദബ വഅസാ. ശേഷം സുമ്മ അദ്ബറ യസ്ആ. സുമ്മ മണിക്കണം. എന്തുകൊണ്ടാണ് മണിക്കേണ്ടത്? മീമ് നൂന് എന്നീ അക്ഷരങ്ങൾ ശബ്ദം വന്നാൽ മണിക്കണം എന്നത് നമ്മൾ പഠിച്ചു. സുമ്മ പിന്നെ സാഇന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞ ദാലിന്റെ അതേ മഖ്റജ് സുമ്മ. ചിലര് സുമ്മ എന്ന് സീനിന്റെ അതേ മഖ്റജിൽ കൊണ്ടു ചെന്നിട്ട് സുമ്മ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. സുമ്മ അദ്ബറ. അത് എന്തുകൊണ്ടാ അത് എന്ന് ഓതിയത്? കുത്തുബിയത്തിന്റെ അക്ഷരമായതുകൊണ്ട്. സുമ്മ അദ്ബറ ബറ സുമ്മ അദ്ബറ യസ് എന്ന് ഓതാതെ യസ് എന്നോതി. കുത്തുബിയത്തിന്റെ അക്ഷരം അല്ലാത്തത് കൊണ്ട്. സുമ്മ അദ്ബറ യസ്ആ. ഐനാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. യസ്ആ. ഫഹശറ. ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഫഹശറ ഫനാദ. ശേഷം ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. ഫഖാല ഖാഫ് ശ്രദ്ധിക്കണം, നാവിന്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുമ്പോഴാണ് ഖാഫ് എന്ന അക്ഷരം പുറപ്പെടുന്നത്. അതാണ് അതിന്റെ മഖ്റജ്. ഫഖാല അന റബ്ബുകുമുൽ. അവിടെ അന എന്നത് അന എന്ന് കാണാൻ കഴിയും. അഥവാ നൂനിന് ശേഷം ഒരു അലിഫ് ഉണ്ടാകും. ആ അലിഫ് അവിടെ നീട്ടാൻ പാടില്ല. കാരണം അലിഫിന്റെ മേലെ തന്നെ ചെറുതായിട്ടൊരു വട്ടം ഇട്ടിട്ടുണ്ടാകും. അത് സുക്കൂനൊന്നുമല്ല, മറിച്ച് ആ അലിഫിനെ ഓതരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിർത്തുമ്പോൾ മാത്രമേ ആ അലിഫിന് പരിഗണനയുള്ളൂ, ചേർത്ത് ഓതുമ്പോൾ പരിഗണനയില്ല. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ നീട്ടരുത്. ഫഖാല അനാ റബ്ബുകുമുൽ എന്നോതാതെ അന റബ്ബുകുമുൽ എന്നോദണം. ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. ഐന് ശ്രദ്ധിക്കണം. ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. സദഖല്ലാഹുൽ അലീം. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.